ഹലോ ഓൾ, വെൽക്കം ടു ചാനൽ ചാറ്റ് വിത്ത് ആതിര. ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ആയിട്ടുള്ള ഒരു 1 ഡേ ട്രിപ്പാണ്. ഞങ്ങൾ സൺഡേ ആണ് പോയത്. രാവിലെ 8 മണിക്ക് ഇറങ്ങി. കുറച്ച് ഞാൻ ലേറ്റായിപ്പോയി. അതിന് എല്ലാവരുടെയും എനിക്ക് വഴക്കും കിട്ടിയായിരുന്നു. ഇവരെല്ലാവരും ടൈം ഭയങ്കരമായിട്ട് എന്താ പറയുക മാനേജ് ചെയ്യുന്ന ഫാമിലി മെമ്പേഴ്സാണ് കേട്ടോ. എല്ലാവരും അല്ല, എങ്കിലും മെജോറിറ്റി അങ്ങനത്തെ ആൾക്കാരാണ്. സോ ഞാൻ കുറച്ച് ലേറ്റായതിന് എനിക്ക് വഴക്കൊക്കെ കിട്ടി. കറക്റ്റ് ഞാൻ കാരണം കുറച്ച് ലേറ്റായി. അങ്ങനെ ട്രിപ്പെല്ലാം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നെയ്യാറിലോട്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ 1 ഡേ ട്രിപ്പ്. അപ്പം ഞങ്ങൾ ഒരു 9:30-10 മണിയൊക്കെ ആയപ്പോൾ നെയ്യാറിലെത്തി. അവിടെ വന്നിട്ട് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ക്യാപ്പൊക്കെ വെച്ചിട്ടാണ് വന്നത്. അങ്ങനെ വന്ന് ജസ്റ്റ് എല്ലാവരും വാഷ്റൂമിലൊക്കെ പോയി. ടിക്കറ്റൊക്കെ ഞങ്ങൾ നേരത്തെ ഇത് എല്ലാം ബുക്ക് ചെയ്തിട്ടാണ് പോയത്. സോ അങ്ങനെ അധികം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ലായിരുന്നു. സോ അവിടെ എത്തി. ഫസ്റ്റ് ഞങ്ങൾ പോയത് എലിഫന്റ് റീഹാബിലേഷൻ സെന്ററിലാണ്. അവിടെ എന്ന് വെച്ചാൽ കുറേ എലിഫൻസ്, കുട്ടി എലിഫൻസും ഉണ്ടായിരുന്നു, വലിയ എലിഫൻസും ഉണ്ടായിരുന്നു. പിന്നെ നടക്കാനാണെങ്കിൽ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പം നടക്കാനൊക്കെ ഇഷ്ടമുള്ളവരും ഓക്കെ ആയിട്ടുള്ളവരും മാത്രം വരേണ്ട ഒരു സ്ഥലമാണിത്. കാരണം ഒത്തിരി നടക്കണം. കാരണം ഈ എലിഫൻസിനെയൊക്കെ പല പല സ്ഥലത്താണ് കെട്ടിയിരിക്കുന്നത്. നമുക്ക് ഈ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് എലിഫൻസിനെ കാണാൻ പറ്റും. ഫുൾ എന്ന് വെച്ചാൽ ഒത്തിരി ഉണ്ടായിരുന്നു നടക്കാൻ. നടന്ന് തിരിച്ച് നമ്മൾ വരുമ്പം തളരും. പിന്നെ ഇത് അവരെ കുളിപ്പിക്കുന്ന ഏരിയയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടത്തേക്ക് നടന്നു പോകണം. നടക്കുന്ന വഴിക്കെല്ലാം ഓരോരുത്തരെ കൊണ്ടുപോകുന്നത് കാണാൻ പറ്റും. നമുക്കൊരു 1 ഡേ ട്രിപ്പായിട്ട് പോയിട്ട് എന്ന് വെച്ചാൽ ട്രിവാൻഡ്രം ഉള്ളവർക്കാണെങ്കിൽ 1 ഡേ ട്രിപ്പായിട്ട് പോയിട്ട് വരാൻ പറ്റിയ ഒരു പ്ലേസാണ്. എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് കൊച്ചു കുട്ടികളെയൊക്കെ കൊണ്ട്. ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് ആനയെ കാണാനൊക്കെ എല്ലാവർക്കും കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകത്തില്ലേ. സോ അവർക്ക് വേണ്ടിയിട്ടൊക്കെ പോയിട്ട് വരാൻ പറ്റിയ ഒരു ട്രിപ്പാണ്. അധികം നമ്മൾക്ക് അങ്ങനെ ഒരുപാട് ജേർണി ആയിട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങോട്ട് പോകാനായിട്ടൊരു ഏകദേശം ഒരു 2 hours-നുള്ളിൽ 1.5 hours അത്രയൊക്കെ വരത്തുള്ളൂ. പിന്നെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് അടുത്ത ഞങ്ങൾ പോകുന്നത് ബോട്ടിങ്ങിനാണ്, സഫാരി. അതൊരു 1 hour ബോട്ടിംഗ് സർവീസ് ഉണ്ടായിരുന്നു. അപ്പോൾ സോ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവിടുത്തെ തന്നെ ഈ പാക്കേജിനകത്ത് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ് അവിടെ നിന്ന് വെൽക്കം ഡ്രിങ്ക് ആയിരുന്നു. പക്ഷെ ഒരു വകയ്ക്ക് കൊള്ളാത്തൊരു വെൽക്കം ഡ്രിങ്ക് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ ബോട്ടിംഗ് സഫാരിക്കാണ് പോയത്. ലൈഫ് ജാക്കറ്റ് ഒക്കെ നിധിക്കൂട്ടർ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് വിൻഡോ സീറ്റ് കിട്ടാത്തതിന് അവിടെ ബഹളമായിരുന്നു. വിൻഡോ സീറ്റ് തന്നെയാണ് കിട്ടിയത്, എങ്കിലും ഞാൻ ഇരിക്കുന്ന സൈഡിൽ ഓപ്പൺ ആയിരുന്നു. സോ ഞാൻ മടിയിലിരുത്താത്തതിന് ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മളെ തിരിച്ചു കൊണ്ടാക്കുന്നത് ഡിയർ പാർക്കിലോട്ടായിരുന്നു. അപ്പോൾ ഈ ഡിയർ പാർക്കിലോട്ട് പോകാനും ഒത്തിരി നടക്കാനുണ്ടായിരുന്നു. ഈ നമ്മൾ കാട്ടിക്കൂടെയൊക്കെയാണ് അതിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പേടിയായിരുന്നു ഇനി വല്ല പുലിയോ ഒക്കെ വല്ലതും വരുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു കാടാണ്. നടക്കാനായിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ എലിഫന്റ് സെന്ററിൽ നമ്മൾ നടന്നു. ഇവിടെയും കുറേ നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആയിട്ട് കുറേ ഡിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മുടെ ചെക്ക്-ഇൻ എന്ന് പറയുന്നത് നെയ്യാർ ഹെറിറ്റേജ് ഇന്നിലായിരുന്നു. അവിടെ ഫുഡായിരുന്നു, സമുദ്ര സദ്യയായിരുന്നു. ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഫിഷ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും പുഴമീൻ, അല്ലാത്ത മീൻ, പിന്നെ തോരൻ, ചമ്മന്തി, നമ്മുടെ നാടൻ ചിക്കൻ കറി, അങ്ങനെ ഇഷ്ടം പോലെ വെറൈറ്റി ഐറ്റംസ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒരു റൂം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതൊരു ഒരു പണ്ടത്തെ ട്രഡീഷണൽ ഓല മേഞ്ഞ ഒരു റൂം പോലത്തെ ആയിരുന്നു. അപ്പം അവിടെ പോയിട്ട് എല്ലാവരും ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ പൂളിലോട്ട് ഇറങ്ങാം. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ടൈം പൂളിലാണ്. ഇവിടെ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ്, നല്ല ഗ്രീനറിയാണ് കാണാനൊക്കെ ആയിട്ട്. നിതീസിന് ഈ ട്രിപ്പ് വരുമ്പോൾ ഫസ്റ്റ് എന്നോട് ചോദിക്കുന്നത് പൂളുണ്ടോ എന്നാണ്. അത് അറിഞ്ഞാൽ മതി. നിതീസിന് ഫുഡും വേണ്ട, അല്ലാത്ത വേറെ ഒരു പരിപാടികളും വേണ്ട, പൂളിലിറങ്ങിയാൽ മതി. അപ്പം ഇപ്പം ഞാൻ ആ റൂം ഉണ്ടെന്ന് പറഞ്ഞത് ജസ്റ്റ് കാണിച്ചു തരാം. ഭയങ്കര ജസ്റ്റ് ഒരു സിമ്പിൾ ബെഡ്റൂം, ഒരു വാഷ്റൂം, അത്രയുള്ളൊരു ഏരിയയാണ്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ പൂളിലോട്ടാണ് പോയത്. അവിടെ എത്തി ഫുഡ് കഴിക്കുന്ന ടൈമിൽ നല്ല മഴയുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ പൂളിലൊന്നും ഇറങ്ങാൻ പറ്റില്ല, ആ ടൈമിൽ മഴയായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഫുഡ് കഴിക്കുന്ന ആ ടൈം കഴിഞ്ഞപ്പോൾ മഴയൊക്കെ പോയി. വെള്ളം അത്ര തണുപ്പൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് എല്ലാവരും പൂളിലിറങ്ങി. അങ്ങനെ കുറേ നേരം ഞങ്ങൾ പൂളിലാണ് സ്പെൻഡ് ചെയ്തത്. എല്ലാവരും
ഒന്ന് റിലാക്സ് ചെയ്ത ടൈമായിരുന്നു. എല്ലാവരും നല്ലതായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പിള്ളേരെയൊക്കെ കൊണ്ടുപോയി പിന്നെ തിരിച്ച് ഇവിടെ നിന്ന് കയറത്തില്ല. അങ്ങനത്തെ ഒരു നല്ല നീറ്റായിരുന്നു. മെയിൻ കാര്യം പറയാമെന്ന് വെച്ചാൽ എല്ലാം നല്ല വെൽ നീറ്റായിരുന്നു. പിന്നെ അടുത്ത ഞങ്ങൾ ഈ പോകുന്ന ഏരിയ എന്ന് വെച്ചാൽ റെയിൻ ഡാൻസ് ആണ്. എന്ന് വെച്ചാൽ ഓൾറെഡി കുഞ്ഞായിട്ട് മഴ ഉണ്ടായിരുന്നു, അല്ലാതെ ഇങ്ങനെ ഫുൾ സ്ഥലത്ത് നിന്നും വെള്ളം വരുമായിരുന്നു. അതിൽ നിന്നിട്ട് നമുക്ക് അവർ മ്യൂസിക്കും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു, പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വൈകിയും നിധികൂട്ടനും അവിടെ ഇവിടെ മാറി 2 സ്ഥലത്ത് മാറി മാറി കയറായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് ഞങ്ങളെല്ലാവരും ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം പിന്നെ ചെക്കൗട്ടാണ്. അപ്പം ഞങ്ങൾ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും റെഡിയായി ഇറങ്ങി. ഞങ്ങൾ ട്രാവലറിലാണ് പോയത്. ചായയും പഴംപൊരിയാണ് സ്നാക്സ് ആയിട്ടുണ്ടായിരുന്നത്. ഫുഡെല്ലാം നല്ല ഫുഡായിരുന്നു, ടേസ്റ്റി ഫുഡായിരുന്നു. എല്ലാം നല്ല ക്ലീൻ ആയിരുന്നു. അങ്ങനത്തെ ആ ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു ഫുഡെല്ലാം. അങ്ങനെ ചായയും സ്നാക്സും ഒക്കെ കഴിച്ചിട്ട് അടുത്ത ഞങ്ങൾ പോകുന്നത് ട്രെക്കിങ്ങിനാണ്. നിധികുട്ടനും വൈകിയൊന്നും അങ്ങനെ തളർന്നിട്ടൊന്നും ഇല്ലായിരുന്നു. അവർ വണ്ടിയിലിരുന്ന് സ്നാക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്കാണ് ഈ ഒരു സാധനത്തിനെ കാണാൻ. ഞാൻ വിചാരിച്ചു വണ്ടാണെന്ന്, പക്ഷെ അതല്ല, അതിങ്ങനെ ഒരു ബോളട്ട, അങ്ങനെയാണ് കസിൻ പറഞ്ഞു തന്നത്. ജസ്റ്റ് ഇങ്ങനെ തട്ടുമ്പോൾ അത് ഷേപ്പ് മാറി ഒരു ബോൾ പോലെ ആവും. അങ്ങനെ അതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സാധനത്തിനെ കാണുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ കയറാനുള്ള ട്രെക്കിങ്ങിൻ്റെ മലയാണ് കേട്ടോ ഇത്. അങ്ങനെ ആ പോകുന്ന വഴിയാണ്, ജസ്റ്റ് എടുത്തതാണ് ഞാൻ. എന്നുവെച്ചാൽ അതിൻ്റെ അടുത്തായിട്ട് ഒരു വീടുണ്ടായിരുന്നു ആ മലയുടെ താഴെയായിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോയി. കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു ആ മല ഒന്ന് കയറാനായിട്ട്, കാരണം മഴയും കൂടി മുന്നേ ഉണ്ടായിരുന്നത് കൊണ്ട് എല്ലാം ഒന്ന് സ്ലിപ്പറി ആയിരുന്നു. നമ്മൾ ഈ പിടിച്ച ആ ഒരു ഓറഞ്ച് കളർ ആ ഒരു സാധനത്തിൽ പിടിച്ചിട്ട് വേണം ഇത് കയറാനായിട്ട്. കയറിയാലും ഒത്തിരി ഉണ്ട് അങ്ങോട്ട് നടക്കാനായിട്ട്. അപ്പോൾ ഞാനും വല്യമ്മയും വൈകയും നിധികുട്ടനും ഒത്തിരി മേളിൽ പോയില്ല, കുറച്ചൊരു ഹാഫൊക്കെ ആയപ്പോൾ ഞാൻ അവിടെ നിന്നു. എനിക്ക് ഈ പിള്ളേരെയും കൊണ്ട് പോകാൻ വയ്യാത്തത് കൊണ്ടാണ് അവിടെ നിന്നത്. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾക്ക് കയറി പോകാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. അവിടെ പാറപ്പുറത്തിരിക്കുകയാണ് ചെയ്തത്. അവിടെ ഇരുന്നിട്ട് ഫുൾ വ്യൂ ആയിരുന്നു, നല്ല ഭംഗിയായിരുന്നു കാണാൻ. കാരണം ഞങ്ങൾ ആ ഒരു വൈകിട്ട് ആ ടൈമിലാണ് അവിടെ എത്തിയത്. സോ അങ്ങനെ വെയിലൊന്നുമില്ല, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അമ്മയും അപ്പച്ചി ചേച്ചി എല്ലാവരും ടോപ്പ് വരെ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ ഇതാണ് നെയ്യാറിലെ ഞങ്ങളുടെ ഒരു കുട്ടി 1 ഡേ ട്രിപ്പ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ ഫോട്ടോസ് അറ്റാച്ച് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ. പിന്നെ പറയാൻ പറഞ്ഞത്, ഞാൻ നിധികുട്ടനും ട്വിന്നിങ് ഡ്രസ്സായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഡ്രസ്സ് വാങ്ങിയത് അജിയോ എന്നാണ്. നിധികുട്ടനും അജിയോ തന്നെയാണ് വാങ്ങിയത്. ഒരു ബോഡിക്കോൺ ഡ്രസ്സായിരുന്നു, രണ്ടുപേരുടേതും അത് തന്നെയായിരുന്നു. അപ്പോൾ ഇനി ബാക്കി ഫോട്ടോസ് കണ്ടോ.